السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. صدق الله مولانا العظيم. اليمين الكاذبة منفقة للسلعة ممحقة للبركة. صدق رسوله الأمين. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, കച്ചവടക്കാർ ശ്രദ്ധിക്കാനുള്ള രണ്ടു കാര്യങ്ങളാണ് മുൻ ആഴ്ചകളിലെ സംസാരത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വച്ചത്. നമ്മിൽ നല്ല ഒരു ശതമാനം ആളുകളും കച്ചവടക്കാരാണ്. ഇനി തൊഴിൽ കച്ചവടമല്ലെങ്കിൽ തന്നെയും, എൻ്റെ തൊഴിൽ കച്ചവടമല്ല, ഞാൻ കച്ചവടക്കാരനുമല്ല, പക്ഷേ ജീവിതത്തിൽ കച്ചവടം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വന്നേക്കാം. എന്തെങ്കിലും ഒരു സാധനം വിൽക്കാതെ വാങ്ങാതെ ഒന്നും സാമൂഹ്യ ജീവിയായ മനുഷ്യന് ജീവിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടു തന്നെ ആ രംഗത്ത് പാലിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ രണ്ട് കാര്യങ്ങളും ഇനി പറയാനുള്ള നാലോളം കാര്യങ്ങൾ, അതെല്ലാം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് കച്ചവട രംഗത്ത് ആ മര്യാദകൾ, അച്ചടക്കങ്ങൾ, സൂക്ഷ്മതകൾ പാലിച്ചാൽ അതുകൊണ്ടു കിട്ടുന്ന നേട്ടം, ആ ബിസിനസ് ഈ ലോകത്ത് തന്നെ ലാഭകരമാകും. ആ കിട്ടിയ ലാഭം ബറക്കത്തുള്ളതാകും. അതിനെല്ലാം പുറമെ, അതിലെല്ലാം ഉപരിയായി ആ കച്ചവടം പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്തായി മാറുകയും ചെയ്യും. നമ്മൾ ഏതൊരു കച്ചവടത്തിലും ലാഭം കൂട്ടാനാണല്ലോ ഈ പെടാപ്പാട് പെടുന്നത്. സർവത്ര ലാഭം, സർവലോകങ്ങളിലും ലാഭം. ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ് പടച്ച തമ്പുരാൻ ഖുർആനിലൂടെയും തിരു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സുന്നത്തിലൂടെയും നമുക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാധാരണ ഒരു വഅള് കേൾക്കും പോലെ നിങ്ങൾ കേൾക്കാതെ ശ്രദ്ധയോടുകൂടെ അത് മനസ്സിലാക്കി ഈ അദബുകൾ ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് ആമുഖമായി ഒന്നുകൂടെ ഉണർത്തുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. കച്ചവട രംഗത്ത് പാലിക്കാനുള്ള ഒരു പൊതു തത്വം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഒരു പൊതു തത്വം, ഇതെല്ലാവരും അറിയേണ്ട ഒരു പൊതു തത്വമാണ്. എന്താണത്? ഇമാം ഗസ്സാലി റഹിമഹുല്ല അവിടുത്തെ ഇഹ്യയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബിസിനസ്സുകാരും എല്ലാ കച്ചവടക്കാരും ഉൾക്കൊള്ളാനുള്ള ഒരു പൊതു തത്വം, വല്ലാബിത്തുൽ കുല്ലി അല്ലാ യുഹിബ്ബ ലി അഖീഹി ഇല്ലാ മാ യുഹിബ്ബു ലി നഫ്സിഹി. ഇതാണ്
കസ്റ്റമേഴ്സായി വരുന്ന ആളുകൾ, ഉപഭോക്താക്കളായി സാധനം മേടിക്കാൻ വരുന്ന ആളുകൾ, അത് നമ്മുടെ സഹോദരന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരാണ്. ഈ ഒരു കണ്ണുകൊണ്ടാണ് കസ്റ്റമേഴ്സിനെ കാണേണ്ടത്. അള്ളാന്റെ ദീന് പറയുന്നു, അവർ നമ്മുടെ സഹോദര സഹോദരിമാരാണ്. ഈ ഒരു കാഴ്ചപ്പാടുണ്ടായാൽ നാം നമ്മുടെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കാര്യത്തിലും ഇഷ്ടപ്പെടും. നാം നമ്മുടെ കാര്യത്തിൽ വെറുക്കുന്നത് അവരുടെ കാര്യത്തിലും വെറുക്കും. കാരണം അതെന്റെ പെങ്ങളാ, അതെന്റെ ഇക്കായ, എന്റെ ഉമ്മാക്ക് പിറക്കാത്ത കൊച്ചനിയന. ഈ ഒരു മൈൻഡ് മനസ്സിലുണ്ടായാൽ നാം നമ്മുടെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കാര്യത്തിൽ ഇഷ്ടപ്പെടും. നാം നമുക്ക് വേണ്ട എന്ന് കരുതുന്നത് അവരുടെ കാര്യത്തിലും വേണ്ട എന്ന് വെക്കും. മഹാന്മാരായ ജ്ഞാനികൾ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു മുസ്ലിമായ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു വസ്തു വിൽക്കാൻ തീരുമാനിച്ചു 1,00,000 രൂപയ്ക്ക്. അത് വണ്ടിയാകട്ടെ, വീടാകട്ടെ, മറ്റു ചരക്കുകളാകട്ടെ, 1,00,000 രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. എന്താ ചോദിച്ചു നോക്കേണ്ടത്? ഈ ചരക്ക് അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 1,00,000 രൂപക്ക് ഞാൻ എടുക്കൂല്ലേ എന്ന് ചിന്തിക്കുക. 1,00,000 രൂപക്കാണ് ഒരു വണ്ടി വിൽക്കുന്നത് സങ്കല്പിച്ചോ. ഞാൻ അവന്റെ സ്ഥാനത്താണ്. ഇതിന്റെ എല്ലാ ഉള്ളുകള്ളിയും ഈ ചരക്കിന്റെ ക്വാളിറ്റിയും ഗുണഗണങ്ങളും പോരായികകളും എനിക്കറിയാം. ഇത് അവൻ അറിഞ്ഞാൽ അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാനത് മേടിക്കോല്ലേ? ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അപ്പൊ ഉത്തരം കിട്ടി, മേടിക്കും. ഞാൻ ഇപ്പൊ പൈസക്ക് ടൈറ്റ് ആയിട്ട് അത് വിൽക്കാൻ താല്പര്യം ഉണ്ടായിട്ട് വിൽക്കല്ല. അല്ലെങ്കിൽ എന്റെ തൊഴിൽ ഇതായതുകൊണ്ട് മാന്യമായ വിലക്ക് 1,00,000 രൂപയ്ക്ക് ഞാൻ വിൽക്കുകയാണ്. അവന്റെ സ്ഥാനത്തായാലും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മേടിക്കും എന്ന ആൻസറാണ് ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ ആ ബിസിനസ് ഇബാദത്താണ്, ബറക്കത്തുള്ള ഇടപാടാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള പുണ്യകർമ്മമാണ്. അതിന്റെ ലാഭം ഈ ലോകത്തും പരലോകത്തും അതിന് കൂലി പ്രത്യേകം ലഭിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഞാനാണ് ഈ ചരക്ക് മേടിക്കുന്നതെങ്കിൽ 75 രൂപന്റെ അപ്പുറത്തേക്ക് മേടിക്കില്ല. അല്ലെങ്കിൽ ഇതിന് കുറച്ച് കുഴപ്പവും ഡാമേജൊക്കെ ഉണ്ട്, ഞാൻ എടുക്കൂല. ഇങ്ങനെയാണ് ഉത്തരം വരുന്നതെങ്കിൽ ആ ബിസിനസ് റോങ് ആണ്. ആ കച്ചവടത്തിന് ബറക്കത്ത് ഉണ്ടാകൂല. ആ കച്ചവടം ഒരിക്കലും ഇബാദത്താവുകയില്ല. മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ള പൊതുതത്വം, കസ്റ്റമേഴ്സ് എന്റെ സഹോദരന്മാരാണ് അല്ലെങ്കിൽ സഹോദരിമാരാണ്. ഞാൻ എനിക്കിഷ്ടപ്പെടുന്നത് അവർക്കിഷ്ടപ്പെടണം, ഞാൻ എൻ്റെ കാര്യത്തിൽ വെറുക്കുന്നത് അവർക്ക് വെറുക്കണം എന്ന ആ പൊതുതത്വം ഓരോ മുസ്ലിം കച്ചവടക്കാരും ഉൾക്കൊണ്ടിരിക്കണം. ഇനി മുഅ്മിനീങ്ങളെ, ഒരു 4 കാര്യങ്ങൾ സൂക്ഷിച്ചാലാണ് നമ്മുടെ കച്ചവടം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. 4 കാര്യം. 2 നമ്മൾ നേരത്തെ പറഞ്ഞു, പൊതുവായ ഉപദ്രവങ്ങളുടെ കാര്യം. 4 കാര്യങ്ങൾ ബിസിനസ്സിൽ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആ കച്ചവടം കൊണ്ട് വളരാനും ഉയരാനും അനുഗ്രഹീത ജീവിതം നയിക്കാനും കുടുംബത്തിലും സമൂഹത്തിലും വീട്ടിലും നാട്ടിലും സമാധാനം കിട്ടാനും പരലോകത്ത കച്ചവടം ഇബാദത്താകാനും ഈ 4 കാര്യം ശ്രദ്ധിക്കണം. ഈ 4 കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ബിസിനസ് റോങ് ആകും, അത് ദുഷ്കൃതമാകും, തെമ്മാടിത്തരമാകും, അള്ളാഹുവിൽ നിന്ന് ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യമാകും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഈ 4 കാര്യം ശ്രദ്ധിക്കണം. 1, ചരക്കിനില്ലാത്ത ഗുണങ്ങൾ ഒരിക്കലും പറയരുതേ. കേൾക്കണില്ലേ? ചരക്കിന് എന്ത് മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിനില്ലാത്ത ഗുണങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. ആകെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു പൊട്ടവണ്ടിയാണ്, കുട്ടിയടിച്ച് പെയിന്റ് അടിച്ചിട്ട് ഷോറൂം കണ്ടീഷൻ എന്നൊക്കെയല്ലേ പറയാ, ഷോറൂം കണ്ടീഷൻ അല്ലേ? അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചാത്തൻ സാധനം, ഓ പക്കാ ഒറിജിനൽ എന്നിങ്ങനെ തന്റെ ചരക്കിനില്ലാത്ത ഗുണഗണങ്ങൾ ഒരു കാരണവശാലും ഒരു ബിസിനസ്സുകാരൻ മുഅ്മിനാണെങ്കിൽ പറയരുതേ. എന്തുകൊണ്ട്? فإن وصفه للسلعة إن كان بما ليس فيها.
തന്റെ ചരക്കിനുള്ള ഗുണഗണങ്ങൾ പറയുമ്പോൾ ഇൻകാന ലൈസ ഫീഹാ ബിമാ ലൈസ ഫീഹാ, അതിനില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കി പറയുന്നതെങ്കിൽ, അതിന്റെ നന്മകൾ ഇല്ലാത്തത് പർവ്വതീകരിച്ച് പറയുകയാണെങ്കിൽ ഫഹുവ കദിബുൻ, അത് കളവാണ്. അത് കളവാണ്. കളവ് പറഞ്ഞ കച്ചവടം ചെയ്യലാണ്. ഫഇൻ ഖബിലൽ മുസ്തരി ദാലിക, ഇവന്റെ ഈ വിവരണവും വർണ്ണനയും ചരക്കിനുള്ള പ്ലസ് പോയിന്റും കേട്ടിട്ട് കസ്റ്റമർ അത് വാങ്ങിയാൽ, അത് കേട്ട് വാങ്ങിയാൽ, ഇല്ലാ കഥകൾ കേട്ടതിൽ വീണാൽ ഫഹുവ ദുൽമുൻ, അത് ചതിയാണ്, അക്രമമാണ്. മഅ കൗനിഹി കദിബാ, കളവ് പറഞ്ഞതിന്റെ പുറമെ ചതിച്ചതിന്റെ കുറ്റവും കൂടി ഉണ്ടാവും. നോണ പറഞ്ഞു, ഇല്ലാത്ത കാര്യം പറഞ്ഞു, അത് കളവാണ്. കസ്റ്റമർ അത് കേട്ട് മേടിച്ചു, അപ്പൊ ഫഹുവ ദുൽമുൻ, അത് അക്രമമാണ്, ചതിയാണ്. മഅ കൗനിഹി കദിബാ, കളവിന്റെ പുറമെ ചതിച്ചതിനുള്ള കുറ്റവും കൂടി ഉണ്ടാകും. ഫഇല്ലം യഖ്ബൽ ദാലികൽ മുസ്തരി, ഇവനിങ്ങനെ വർണ്ണിച്ച് തന്റെ സാധനത്തിന്റെ മേന്മ പറഞ്ഞു, പക്ഷെ മറ്റാൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പോയാലും ഫഹുവ കദിബുൻ, കള്ളം പറഞ്ഞ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ഇത് പറച്ചില് മാത്രല്ല കേട്ടോ, പ്രദർശനമുണ്ട്. ഡിസ്പ്ലേയിൽ നല്ല സാധനം, ഫസ്റ്റ് ക്വാളിറ്റി, എന്നിട്ട് ഗോഡൌണിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതോ ചാത്തൻ. നമ്മുടെ നാട്ടിലൊക്കെ ഇറച്ചിക്കടകൾ, ഈ മൂവാറ്റുപുഴ എനിക്കറിയില്ല, കാരണം ഇവിടെ പോത്ത് മേടിക്കാൻ പോകേണ്ട അവസ്ഥ എനിക്കില്ല. പോത്ത് ആവശ്യത്തിലധികം ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഞാനത് മേടിക്കാൻ പോകാറില്ല. എനിക്ക് ഇവിടുത്തെ കഥ അറിയില്ല. നീ കച്ചവടക്കാരെ എന്റെ മെക്കെട്ട് കയറാൻ വരണ്ടെന്നുള്ളത് കൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുക്കണേ. ഇറച്ചിക്കടകൾ നമുക്കറിയാം, നമ്മുടെ ഇറച്ചിക്കടകളിൽ പോത്തും എരുമയും കാളയും പശു ഒക്കെ ഇറക്കും. പക്ഷെ നമ്മുടെ പൊതുവെ കേരളീയർക്ക് പോത്ത് മാംസത്തോടാണ്, പോത്തിറച്ചിയോടാണ് പ്രിയം. പാർശ്വഫലങ്ങൾ കുറഞ്ഞ നല്ല, കാരണം മറ്റേ മൂരിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിളക്കം, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ ഒരു പാർശ്വഫലങ്ങൾ ഇല്ലാത്ത നല്ല ഇറച്ചി ആയതുകൊണ്ട് പോത്തിറച്ചിയോട് പ്രിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഒരു പോത്തിന്റെ തല ഉണ്ടാവും, കടയുടെ ഉമ്മറത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. അവിടെ എല്ലാ സാധനവും അറുത്തിട്ടുണ്ടാവും. പോത്തിന്റെ തല അവിടെ പ്രദർശനത്തിന്. പോത്താണിക്ക, പോത്താണെങ്കിൽ കൊണ്ടുപോയാൽ മതി, നീ പോത്താണെങ്കിൽ കൊണ്ടുപോയാൽ മതി എന്നാ മായന, എന്തായിക്കോട്ടെ, അതങ്ങനെ മേടിച്ച് അങ്ങനെ വിറ്റ് കളയാൻ. തല വെക്കണോണ്ട് കുഴപ്പമില്ല, ഇത് കാളിറച്ചിയാണ് പറയണം. പോത്തിന്റെ തല വെക്കണോണ്ട് കുഴപ്പമില്ല. നാളെ തൊട്ട് മുസ്ലിം വെക്കൽ ഹറാമോൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ബേജാറാകണ്ട, വെച്ചോ. പോത്ത് ഇവിടെ ഉണ്ട്, അല്ലാത്തതുണ്ട്. അല്ലാത്തത് കൊടുക്കുമ്പോ അത് പറഞ്ഞു കൊടുക്കുക. മറ്റേത് ചതിയാണ്, കളവാണ്. അങ്ങനെ ലാഭം മേടിച്ചിട്ട് മക്കളെ പോറ്റിയാലേ അസുഖം വിട്ടുമാറിയ നേരം ഉണ്ടാവില്ല. സ്വസ്ഥത എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് നിരക്കാത്ത ഏർപ്പാട് ചെയ്താല് സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല. മോമിനീങ്ങളെ, ഞാൻ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല, രക്ഷയ്ക്ക് സമാധാനം, അതിനാണല്ലോ ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്ക് ഇവിടെയും സമാധാനം വേണം, ഖബറിലും സമാധാനം വേണം, പരലോകത്തും സ്വസ്ഥത വേണം, വിജയം വേണം. അതാണ് നമ്മുടെ അജണ്ട. അപ്പൊ അതിന് വിഘാതമാകുന്ന കാര്യങ്ങൾ ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ചരക്കിനുള്ള ക്വാളിറ്റികൾ പറയാം. ഇടി കൊണ്ടിട്ടുണ്ടോ? ഇല്ല. വേറെ ഡാമേ ഒന്നുമില്ല, ആ ഭാഗത്തല്ല. ഉള്ള കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എല്ലാവരും കൊണ്ട് ശ്രദ്ധിക്കണേ. പ്രധാനപ്പെട്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും തന്റെ ചരക്ക് വിറ്റുപോകാൻ വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യരുതേ. അള്ളാണ് പക്കാ മുതല, പടച്ചമ്പുരാനാണ് സത്യം, ഒരപാകതിയില്ല. ഇത് പറയാനേ പാടില്ല. നേരാണെങ്കിൽ പറഞ്ഞൂല മൊയ്ലിയാരെ, സത്യമാണെങ്കിൽ പറഞ്ഞൂടെ മുസ്ലിയാരെ, പറ്റൂല. സത്യം ചെയ്ത് ചരക്ക് വിൽക്കുന്ന പണി ഒരിക്കലും കരണീയമല്ല, നല്ലതല്ല. അത് പലപ്പോഴും വൻ ദുരന്തത്തിന് കാരണമാകും. കച്ചവട രംഗങ്ങളിൽ അള്ളാണ് പറയണ്ട, പടച്ചോനാണ്, വല്ലാഹിയാണ് പറയണ്ട. കാരണം ഒന്നുകിൽ അത് കളവായിരിക്കും, ആ സത്യം ചെയ്ത് പറയുന്നത് കളവായിരിക്കും. ഇല്ലാ കഥ പറഞ്ഞിട്ടായിരിക്കും വല്ലാഹി ഇട്ടടിക്കണേ. അത് വൻദോഷമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വൻദോഷം, അൽ കബായിറു. വൻദോഷം ഏതാ അറിയോ? ബുഖാരിയുടെ ഹദീസിൽ മുത്ത് റസൂൽ പറഞ്ഞുതരാ. വൻദോഷം അശ്ശിർക്കു, ഒന്ന് ശിർക്കാണ്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കലാണ്.
വൽയമീനുൽ ഗമൂസ്, കള്ളസത്യമാണ്. അത് വലിയ പാപമാണ്, വൻ പാപമാണ്. നിങ്ങളെ നിസ്കാരം കൊണ്ടോ സ്വതക്ക കൊണ്ടോ ദിക്ർ കൊണ്ടോ ഒന്നും പൊറുക്കപ്പെടാത്ത വൻ ദോഷങ്ങളിൽപ്പെട്ട ഒന്നാണ് കള്ളസത്യം. അതുകൊണ്ട് ഇല്ലാത്ത കേസ് പറഞ്ഞു വല്ലാഹി പറഞ്ഞാല് അത് വൻദോഷ. ഉള്ളതാണ്, സത്യമാണ്. ഈ വണ്ടി ഇടി കൊണ്ടിട്ടുണ്ടോ? അല്ലാഹുവാണ് നേര്, ഇടി കൊണ്ടിട്ടില്ല. ഇടി കൊള്ളാത്ത വണ്ടി തന്നെയാണ്, സത്യമാണ്. എന്നാലും അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? പടച്ച തമ്പുരാന്റെ നാമം കൊണ്ട് സത്യം ചെയ്യേണ്ടത് നിന്റെ ചില്ലറ ലാഭമുള്ള കച്ചവടത്തിൽ അടക്കമുള്ള നിസാരമായ കാര്യത്തിൽ സത്യം ചെയ്യാനുള്ളതല്ല. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ളം, പടച്ചവന്റെ നാമങ്ങളും ഗുണങ്ങളും ഈ ചില്ലറ കിട്ടാൻ വേണ്ടിയൊന്നും സത്യം ചെയ്യാൻ പാടില്ല. അത് ദുരുപയോഗമാണ്. ആ സത്യത്തിനൊക്കെ കുറച്ച് നിലവാരമുണ്ട്. അനങ്ങിയ ഖുർആൻ പിടിച്ച അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചില കാക്കാമാര് ചോദിക്കും. അനങ്ങിയാൽ നിസാരൊരു കേസാണ്, പറഞ്ഞു തീരാനുള്ളൂ. ഖുർആൻ പിടിച്ച് മിമ്പറിന്റെ മുന്നിൽ നിന്നിട്ട് അള്ളാഹിനെ പിടിച്ച് അങ്ങോട്ടൊക്കെ പോണോ? അതല്ലാതെ സോൾവ് ചെയ്യണ നിസാര കേസല്ലേ? അപ്പൊ സത്യം എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയത്തിൽ ചെയ്യേണ്ട സംഗതിയാ. അത് ഈ ചില്ലറ ലാഭം കിട്ടാൻ വേണ്ടി കച്ചവട രംഗങ്ങളിൽ ദുരുപയോഗപ്പെടുത്തുന്നത് അള്ളാഹുവിനോടുള്ള അനാദരവാണ്. അതുകൊണ്ട് നേരായാലും സത്യം ചെയ്യരുത് എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഖുർആൻ പറയുന്നുണ്ടത്. സൂറത്തുൽ ബഖറ 224, വലാ തജ്അലുല്ലാഹ ഉർലത്തൻ ലിഅയ്മാനിക്കും. തോന്നിയ പോലെ സത്യം ചെയ്യാനുള്ള നാട്ടക്കുറിയല്ല അള്ളാഹുവിന്റെ നാമം. നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ വല്ലാഹി വിളിച്ചു പറയാനുള്ളതല്ല. സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് കച്ചവടത്തിൽ സത്യം ചെയ്താൽ ഉണ്ടാകുന്ന വിപത്തുകൾ, അതിന്റെ നാശങ്ങൾ, പ്രത്യാഘാതങ്ങൾ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ബുഖാരി, മുസ്ലിം, എല്ലാ ഹദീസ് കിതാബുകളിലും ഉണ്ട്. ആ വല്ലാഹി, ഇത് കച്ചവട നേരത്തുള്ള ഈ വല്ലാഹി ഉണ്ടല്ലോ, അതിന്റെ അപകടം എത്രമാത്രം ഉണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു തരുന്നത് സ്വഹീഹായ ഹദീസിലെമ്പാടും കാണാം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണുന്നു, ഒരു കച്ചവടക്കാരന് നാശമുണ്ട്, നഷ്ടമുണ്ട്. ഏതാണ് ഈ കച്ചവടക്കാരൻ? യഖൂലു വല്ലാഹി ലാ വല്ലാഹി. അതങ്ങനെയാണ്, അള്ളയാണ് നേര്. അതങ്ങനെ അല്ല, അള്ളാഹുവാണ് നേര് എന്നിങ്ങനെ ഇടയ്ക്കിടെ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്ന കച്ചവടക്കാരന് നാശമുണ്ട്. ഒരു തൊഴിലാളിക്ക് നാശമുണ്ട്. തൊഴിലാളിക്ക്, ഏത് തൊഴിലാളി? എല്ലാ തൊഴിലാളിക്കും നാശമൊന്നുമില്ല. തൊഴിലാളി സ്വർഗത്തിലേക്ക് അമൽ ചെയ്യുന്ന മുന്തിയ സൽഗുണ സമ്പന്നനാണെന്നാണ് അള്ളാന്റെ ദീന് റസൂലുള്ള പറഞ്ഞത്. തൊഴിലാളി മോശമല്ല. പക്ഷേ ചില പ്രത്യേക തൊഴിലാളികൾക്ക് നാശമുണ്ട്. തൊഴിലിന് വിളിച്ചാൽ പറയും നാളെ വരാറി, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വരാറി. ഇവന്റെ ഈ നാളെ കേട്ടിട്ട് വിളിച്ചോൻ കാത്തിരിക്കും. അവന്റെ എൻഗേജ്മെന്റ് ഒക്കെ മാറ്റി വെച്ചിട്ട്, തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് കാത്തിരിക്കും. പറ്റിക്കും, വരൂല. വിളിക്കും പറയും നാളെ കഴിയട്ടെ. ആ നാളെ കഴിഞ്ഞിട്ടുള്ള ആ ദിവസം, അങ്ങനെ ഒരുപാട് നാളുകളും മറ്റന്നാളും കഴിയുന്നല്ലാണ്ട് ഈ ഭയം വരൂല. ഇങ്ങനെ എടങ്ങാറാക്കുന്ന തൊഴിലാളിക്ക് നാശമുണ്ട്. എന്താ സത്യം പറഞ്ഞാല് ഞാൻ ഏറ്റേക്കണ പണി തീരൂല, ഒരാഴ്ച കഴിയും. എന്താ പറഞ്ഞാ കുഴപ്പം? പറയൂലേ. അങ്ങനെ ഒരു ശീലം എന്റെ നാട്ടിലൊക്കെ. ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഏത് തുറന്നങ്ങോട്ട് പറയാൻ, ഞാൻ ഏറ്റിരിക്കുന്ന പണി ഒരാഴ്ച നീളോ കഴിഞ്ഞിട്ട് അടുത്ത തിങ്കളാഴ്ച വരാൻ പറഞ്ഞാൽ തിങ്കളാഴ്ച പോകാൻ പറ്റുന്നില്ലേ? വിളിച്ചു പറയണം. നമ്മൾ ഇന്നാ പറഞ്ഞേക്കണേ, ഞായറാഴ്ച വൈകുന്നേരം വിളിച്ചു പറയണം തിങ്കളാഴ്ച വരാന്ന് ഞാൻ ഏറ്റേക്കണതാണ്, പക്ഷെ പറ്റൂല, പറയണം. ഇത് പറയൂല. ഈ സാധു കാത്തു നിന്ന് വിളിക്കുമ്പോ പിന്നെ ഫോൺ എടുക്കൂല, കാണും ചെയ്യും. ഇന്ന് പോകാൻ ഏറ്റതാ, എടുക്കാൻ പറ്റൂല. ഇങ്ങനെയുള്ള തൊഴിലാളിക്ക് നാശമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, അൽ യമീനുൽ കാദിബത്തു, കള്ളസത്യം വെക്കുക എന്നത്, കച്ചവടത്തിൽ കള്ളസത്യം പറയുക എന്നത് മുനഫിഖത്തുൽ ലിസിൽഅതി, ചരക്ക് വിറ്റ് പോകാൻ സഹായകമായേക്കാം. ഈ അള്ളയാണെന്നൊക്കെ പറഞ്ഞപ്പോ കസ്റ്റമർ അത് മേടിച്ചു പോവും.
സാധനം വിറ്റുപോകാൻ സഹായിച്ചേക്കാം, പക്ഷേ മുംഹിഖത്തുൽ ലിൽ ബറകത്തി, അതിനകത്തുള്ള അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളുമെല്ലാം തകർക്കുന്ന കാര്യമാണ് ആ കള്ളസത്യം. സാധനം വിറ്റുപോയാലും ലാഭമെമ്പാടും കിട്ടിയാലും മുംഹിഖത്തുൽ ലിൽ ബറകത്തി, അതിനകത്ത് അല്ലാഹു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ തകർക്കാൻ കാരണമാണ് ആ കള്ളസത്യം. ബുഖാരിയുടെ ഹദീസ്. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെ ബറക്കത്ത്, ഒരു കച്ചവടത്തിലെ ബറക്കത്ത് അല്ലാഹു എടുത്തു മാറ്റിയാൽ എന്താ സംഭവിക്കുക? ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ബി അൻ സല്ലത്തല്ലാഹു ബിഹാ വുജൂഹം മിൻ അസ്ബാബിത് തലഫി, ആ ലാഭത്തിൽ അല്ലാഹു നാശത്തിന്റെ കാരണങ്ങൾ വെക്കും. ഒരു കള്ളസത്യം ചെയ്തിട്ട് ഒരു ഇടപാട് നടത്തി, 50,000 രൂപ ലാഭം കിട്ടി, അല്ലെങ്കിൽ 2 ലക്ഷം ലാഭം കിട്ടി. അപ്പൊ എന്താ സംഭവിക്കുക? ബി അൻ സല്ലത്തല്ലാഹു ബിഹാ വുജൂഹം മിൻ അസ്ബാബിത് തലഫി, ഈ കള്ളസത്യം ചെയ്ത് ഇടപാട് നടത്തി കിട്ടിയ ലാഭത്തിൽ അല്ലാഹു നാശത്തിന്റെ കാരണങ്ങൾ വെക്കും. ഇമ്മാ സരിഖത്തൻ, ഒന്നുകിൽ അത് മോഷണം പോകും. ഇമ്മാ സരിഖത്തൻ, അങ്ങനെ കിട്ടിയ ലാഭം മോഷണം പോകും. ഔ ഹർഖൻ, അല്ലെങ്കിൽ കത്തിപ്പോകും. ഔ ഹർഖൻ, അല്ലെങ്കിൽ ഒരു പ്രളയം വന്നിട്ട് വെള്ളത്തിൽ പോകും. ഔ ഗസ്ബൻ, ഇവൻ എങ്ങനെയാണോ പറ്റിച്ചത് അങ്ങനെ പറ്റിക്കപ്പെടും, കവർച്ച ചെയ്യപ്പെടും. ഫയകൂനു കസ്ബുഹു വതിജാറതുഹു മുജറദ തഅബിൻ, ഇങ്ങനെയൊക്കെ ഇടപാട് ചെയ്താലേ ആ ഇടപാടും അധ്വാനമൊക്കെ പാഴ്വേലയാവും, പാഴ്വേല. ഫഹാദാ ഇഖാബും മിനല്ലാഹ് ബിഹലഫിഹി, ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയായിട്ട് വരും ഇവൻ ഈ കള്ളസത്യം ചെയ്തത് കൊണ്ട്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാക്കും വകസറത്തൽ ഹലഫി ഫിൽ ബൈഇ, നിങ്ങൾ ഒരിക്കലും കച്ചവട രംഗങ്ങളിൽ വല്ലാഹി അല്ലാഹുവാണ് നേര് എന്ന് പറഞ്ഞു പോകരുത്, അത് നിങ്ങൾ സൂക്ഷിക്കണേ. ഇവിടുത്തെ നഷ്ടം മാത്രമല്ല, നമ്മൾ ഈ പെടാപാട് പെടുന്നത്, അധ്വാനിക്കുന്നത്, വിശ്വാസം മുറുകെ പിടിക്കുന്നത്, സൽക്കർമ്മങ്ങളിൽ നിരതരാകുന്നത് നമ്മുടെ പാരത്രിക ജീവിതം ഒന്ന് ക്ഷേമത്തിലാകാനാണ് അല്ലേ? അവിടെയും പോക്കാണ് ഈ ചങ്ങായിന്റെ കാര്യം. ഇമാം മുസ്ലിം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ, 3 ഗ്രൂപ്പ്, ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ആദരവായ റസൂലുള്ള പറഞ്ഞു തരുന്നു, മുഅ്മിനീങ്ങളെ, 3 കൂട്ടരെ, ആ 3 കൂട്ടരോട് അല്ലാഹു ഖിയാമത്ത് നാളിൽ സംസാരിക്കില്ല, അല്ലാഹു പിണങ്ങി നിൽക്കും. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ കൃപയുടെ നോട്ടം നോക്കുകയില്ല, ഗൗരവത്തിന്റെയും അദാബിന്റെയും നോട്ടം മാത്രമേ നോക്കൂ. അവരോട് സ്നേഹത്തോടെ കരുണയോടെ സംസാരിക്കില്ല, അവരിലേക്ക് കരുണയോടെ നോക്കുകയില്ല, അവരുടെ കാര്യം കഷ്ടമാണ്. വലാ യുസക്കീഹിം, എന്തെങ്കിലും കുറവുള്ള ചില മുഅ്മിനീങ്ങളെ അല്ലാഹു സംസ്കരിച്ച് സമുദ്ധരിച്ച് സ്വർഗത്തിലേക്ക് യാത്രയാക്കുമ്പോ ഈ ടീമിനെ അല്ലാഹു സംസ്കരിക്കാൻ നിൽക്കൂല. വലഹും അദാബുൻ അലീം, ഈ 3 കൂട്ടർക്ക് വേദനാജനകമായ അദാബുണ്ട്, വേദനയേറിയ ശിക്ഷണ്ട്. 3 വിഭാഗം. ഏതാണ് ഈ 3 ടീം? അൽ മുസ്ബിലു ഇസാറഹു ബത്തറ, മുണ്ട് ഞെരിയാണിയുടെ താഴെ അഹങ്കാരത്തോടെ ഇറക്കി നടക്കുന്ന ആള്. അശ്രദ്ധയോടൊന്നും മുണ്ട് താഴെ പോയാൽ നരകമൊന്നും ഉണ്ടാവില്ല. ബത്തറൻ, അത് വൃത്തികേടുണ്ടാവും, ചാണകവും മാലിന്യമൊക്കെ നിസ്കരിച്ചാൽ സഹിയാകാത്ത നജസ്സൊക്കെ ഉണ്ടാവും, അത് സൂക്ഷിക്കുക. ഗർവോടുകൂടെ ഞാനാരാ മോൻ, എന്നിട്ട് മുണ്ട് ഇങ്ങനെ നിലത്ത്. അൽ മുസ്ബിലു ഇസാറഹു, തന്റെ തുണി വസ്ത്രം ഞെരിയാണിയുടെ താഴെ ഏച്ചു വലിച്ച് നടക്കുന്ന ധിക്കാരി. അല്ല കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല, അല്ല മിണ്ടൂല, നല്ല കൃപയുടെ മിണ്ടൽ സംസാരം ഉണ്ടാവൂല, അല്ല രക്ഷപ്പെടുത്തൂല, അവന് നരക വേദനയേറിയ ശിക്ഷ. 2 വൽ മന്നാനു ബിമാ അഅ്താ, ദാനം ചെയ്തത് വിളിച്ചു പറയുന്ന വ്യക്തി.
വാട്സപ്പിൽ അങ്ങനെ വിടുക, കൊടുത്ത സംഭാവന അല്ലെങ്കിൽ ഫ്ലെക്സ് അങ്ങനെ അടിക്കുക, നാട്ടിലിങ്ങനെ പറഞ്ഞ് നടക്കുക. ഞാനാകുന്ന മഹാൻ ഇന്ന ഔദാര്യം ചെയ്തിട്ടുണ്ട്, ഇത്ര സ്വതക്ക ചെയ്തിട്ടുണ്ട്, ഇത്ര ദാനം ചെയ്തിട്ടുണ്ട്. അൽ മന്നാനു എടുത്തു പറയുക, ബിമാ അഅത താൻ കൊടുത്ത ദാനം എടുത്തു പറഞ്ഞു നടക്കുക. പറയണമെന്നില്ല, വാട്സപ്പിൽ എഴുതിയാലും മതി, അത് മതി. ഇങ്ങനെ താൻ ചെയ്ത സ്വതക്കകൾ പരസ്യപ്പെടുത്തി നടക്കുന്ന പൊട്ടൻ, അവനെപ്പോലെ വലിയ പൊട്ടൻ വേറെ ഉണ്ടോ? ഈ നാട്ടുകാരറിഞ്ഞാലും ഓ മമ്മദാജി 10,000 കൊടുത്തു അല്ലേ, അതുകൊണ്ട് ഈ ഹംകിന് എന്ത് കാര്യ. ചിരി കഴിഞ്ഞാൽ മോമാജിനെ നേരെ ഉൾട്ട വിമർശിക്കും. ഇവനെന്താ കൊണ്ട് കാര്യം കിട്ടാനേ? അപ്പൊ പൊട്ടനല്ലേ അവൻ. വൽ മന്ന ഇതൊന്നും ഇപ്പൊ ഇന്ന് വയലറിഞ്ഞ മുസ്ലിയാരെ, ആ വയലുകൊണ്ടൊന്നും കാര്യമില്ല. മുസ്ലിയാര് നല്ല തിരി വെച്ച് ജാക്കി വെച്ച് പൂക്ക്. നമ്മൾ അന്ത്രാജി 50,000 തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാ പോക്കരാജി 60,000 തരും. ഇങ്ങനെ മത്സരത്തിലൂടെ മേടിച്ച മൊയ്ലിയരെ എന്തിനാ നരകത്തിലേക്ക് അമലുണ്ടാക്കണേ? എനിക്കാ പണിയില്ല, ഞാൻ ചെയ്യൂല. നിങ്ങൾ അള്ളാനെ ഓർത്ത് ഇഖ്ലാസോടുകൂടെ 5 രൂപ ഉള്ളെങ്കിൽ അത് കൊടുത്തോ, അതിന് നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവും. അൽ മന്നാനു ബിമാ അഅത കൊടുത്തത് എടുത്തു പറയുന്ന പൊട്ടൻ അവൻ അള്ളാ തിരിഞ്ഞു നോക്കൂല, കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല, സംസ്കരിക്കൂല, സ്വർഗം കൊടുക്കൂല പരലോകത്ത്. സ്വഹീഹ് ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്. 3 വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലഫിൽ കാദിബി കള്ളസത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കുന്ന കച്ചവടക്കാരൻ അവനെയും അല്ലാഹു തിരിഞ്ഞു നോക്കൂല. മറ്റൊരു ഹദീസിൽ കാണുന്നുണ്ട്, കള്ളസത്യം ചെയ്ത് ചരക്ക് വിറ്റ ആള് ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ വഹറമ അലൈഹിൽ ഫഖദ് ഔജബല്ലാഹു അലൈഹിൽ ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ അവന് അല്ലാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നു. നിർബന്ധം, ഉറപ്പാവൻ നരകത്തിലാ. വലഖിയല്ലാഹ വഹുവ അലൈഹി ഗളബാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തില് അല്ലാഹു അവനോട് രോഷപ്പെട്ട് ദേഷ്യത്തിലായിരിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് ആ വല്ലാഹി അടിക്കൽ നിർത്തിക്കോ, ഇന്ന് നിർത്തിക്കോ, എല്ലാരും നിർത്തിക്കോ. കച്ചവടത്തിൽ ആ വാക്കിനി വേണ്ടാട്ടോ. നീ ചെയ്താ നിങ്ങൾ ഞാൻ പറഞ്ഞു തരാനുള്ള ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുന്നു, ഈ വല്ലാഹി ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്ന കച്ചവടക്കാരെ നിങ്ങൾ നമ്പണ്ട, വിശ്വസിക്കണ്ട, അവരെ മുതൽ മേടിക്കാൻ പോകണ്ട, അവരെ കടയിലേക്കും പോകണ്ട, ആ ജാതി ആളുകളുമായിട്ട് ഒരു ടച്ചിങ്ങും വേണ്ട. ഇത് ഞാൻ പറയല്ല, അല്ലാഹ് പറയാ. എവിടെ പറഞ്ഞു? സൂറത്തുൽ ഖലമില്. എത്രാമത്തെ ആയത്ത്? 10-ാമത്തെ ആയത്ത്. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഈ ബെടുക്കൂസുകൾ ഉണ്ടായിരുന്നു. അനങ്ങിയ വല്ലാഹി വല്ലാഹി പറയുന്ന ചില ടീം. വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ കൂടുതൽ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്ന ഈ സത്യം വെക്കുന്ന ആളുകളെ നബിയെ അങ്ങ് അനുസരിക്കണ്ട, അവർക്ക് വഴിപ്പെടണ്ട, അവരുടെ വാക്ക് കേട്ടനുസരിക്കണ്ട, അവരുടെ പിറകെ പോകണ്ട. മഹീൻ അവർ നിന്യരാൻ, നിസാരരാൻ. നിസാരരായ ഇടയ്ക്കിടെ സത്യം, അള്ളാനെ പിടിച്ച് സത്യം, നിസാരമായ 10 രൂപയ്ക്ക് വേണ്ടി സത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനെയും വലാ തുതിഉ അനുസരിച്ചു പോകരുതേ. ഖുർആന്റെ കൽപ്പനയാണത്. നമ്മുടെ പൂർവീകരൊക്കെ കച്ചവടം ചെയ്തവരുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല കച്ചവടക്കാരനാ. മുത്തു റസൂലുള്ളാഹ് കച്ചവടം ചെയ്തിട്ടുണ്ട്, സ്വഹാബാക്കൾ കച്ചവടം ചെയ്തിട്ടുണ്ട്, ലോകം കണ്ട ഔലിയാക്കള് കച്ചവടക്കാരായിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും പടച്ചതമ്പുരാന്റെ ആ പരിഭാവനമായ നാമം അവരുടെ ബിസിനസ് രംഗങ്ങളിൽ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രല്ല, അതിന് വഴിവെച്ചു കൊടുത്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. മഹാജ്ഞാനിയായ യൂനുസ് ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാ വലിയ പട്ടുവസ്ത്ര കച്ചവടക്കാരനായിരുന്നു. അന്നത്തെ കല്യാൺ സിൽക്സ് മുതലാളി. ആര്? യൂനുസ് ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാ വലിയ പട്ടു വസ്ത്ര കച്ചവടക്കാരനായിരുന്നു. ഒരു കസ്റ്റമർ കടയിൽ വന്നു, സെയിൽസ് ബോയിയോട് പറഞ്ഞു കാണിച്ചു കൊടുക്കുക. പണിക്കാരൻ അടുക്കി വെച്ച മുന്തിയ പട്ടുകളിൽ നിന്നൊരു പട്ടെടുത്ത് നിവർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മർസുഖ്നൽ ജന്ന എന്ന് പറഞ്ഞു. വല്ലാഹി ഇത് നല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മർസുഖ്നൽ ജന്ന, പടച്ചോനെ ഞങ്ങൾക്ക് സ്വർഗം തരണേ എന്ന് വെച്ചാല് സ്വർഗത്തിലെ പട്ടിനെ കുറിച്ച് ഖുർആനിൽ എമ്പാടും പറഞ്ഞിട്ടുണ്ട്. ഒരു ഗോപ്യമായ
ഒരു സൂചന, സ്വർഗീയ പട്ടിനോട് കിടപിടിക്കുന്ന മുതലാണിത് എന്ന് ഒരു പ്രാർത്ഥനയിലൂടെ ഗോപ്യമായി പറഞ്ഞു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ പട്ടി എടുത്തിട്ട് അല്ലാഹുമ്മ ർസുഖ്നൽ ജന്ന, അവിടെ ചെന്നാലും ഉമ്മാതിരി മുതലാ കിട്ടാളേ, ഇത് സ്വർഗപ്പട്ടിന് തുല്യാണെന്ന് പറയാതെ പറഞ്ഞു. ഇത് ക്യാഷിലിരിക്കുന്ന മഹാനായ യൂനുസ് ഇബ്നു അബ്ദില്ല എന്നവർ കേട്ടപ്പെട്ടോ, മടക്കി വെക്ക്, ഇന്നത് വിൽക്കുന്നില്ല, എടുത്തു, നിങ്ങൾ വേറെ കടയിൽ നിന്ന് മേടിച്ചട്ടോ, ഇന്നത് വിൽക്കുന്നില്ല. പടച്ചമ്പുരാന്റെ പേരും അവന്റെ സ്വർഗത്തിന്റെ പേരും വലിച്ചഴച്ചിട്ട് എനിക്ക് ലാഭം വേണ്ട, മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് ആ സെയിൽസ്മാനോട് താക്കീത് ചെയ്തു. നമുക്ക് ഇന്നിപ്പോ വേണ്ടത് കടയിൽ നല്ല നുണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന സെയിൽസ് ഗേളിനെയും സെയിൽസ് ബോയിയെയാണ് ആവശ്യം. സാധനം പോണം, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയല്ലോ. മഹാന്മാരായ സ്വഹാബത്ത് താബിഉകൾ ഹുമുല്ലദീന തജറൂ ഫിദ്ദുനിയാ, അവരൊക്കെ ഈ ദുനിയാവിൽ കച്ചവടം ചെയ്തവരാണ്. പക്ഷേ വലം യുദിഉ ദീനഹും ഫീ തിജാറാതിഹിം, അവരുടെ ഒരു കച്ചവടത്തിലും അവരവരുടെ ദീനിനെ തകർത്തിട്ടില്ല. എന്തുകൊണ്ട്? ബൽ കാനൂ യഅലമൂൻ അന്ന റിബ്ഹൽ ആഖിറ ഔലാ മിൻ റിബ്ഹിദ് ദുനിയാ. എന്തേ സ്വഹാബത്തും താബിഈങ്ങളും കച്ചവടത്തിൽ ദീന് തകർക്കാതെ കച്ചവടം ചെയ്തത്? എന്തേ? അവരറിഞ്ഞിട്ടുണ്ട്, അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്ത്? അന്ന റിബ്ഹൽ ആഖിറ, പരലോകത്തെ ലാഭം, ഔലാ മിൻ റിബ്ഹിദ് ദുനിയ, ഇവിടുന്ന് കിട്ടുന്ന ചില്ലിക്കാശിനേക്കാൾ മെച്ചം അതാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. നമ്മൾ വഴുതു പറയും, വഴുതു കേൾക്കും, മൊയ്ലിയര് പറഞ്ഞത് നേരെന്നെയെന്ന് അംഗീകരിക്കും. ഏത്? ദുന്യാവത്തെ വിഭവങ്ങളെക്കാൾ മുന്തിയത് അവിടെയാണ്, ഇവിടത്തെ ലാഭത്തെക്കാൾ മുന്തിയ ലാഭം അവിടെയാണ്, ഇതെല്ലാവരും അംഗീകരിക്കും. പക്ഷെ ജീവിതത്തിൽ ആ അംഗീകാരം കാണൂല. മഹാന്മാരായ സ്വഹാബത്ത് ബൽ അലിമു, അവര് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ഉറപ്പായിട്ടുണ്ട് അന്ന റിബ്ഹൽ ആഖിറ, പരലോകത്തെ ലാഭം, ഔലാ മിൻ റിബ്ഹിദ് ദുനിയ. അതുകൊണ്ട് ഈ ദുനിയാവിലെ ക്ഷണികമായ താൽക്കാലികമായ നിസ്സാരമായ ലാഭത്തിനു വേണ്ടി പരലോകത്തെ മുന്തിയ ലാഭം തകർക്കരുത് എന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ, നമുക്കും അത് വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കും അത് വേണം. നമ്മളിപ്പോൾ 5 നേരം പള്ളിയിൽ വന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പോണ പിന്നെ കച്ചവടത്തിനല്ലേ, അവിടെ നടക്കണ ഇബാദത്തായിക്കോട്ടെ, അതും ഖബർക്കുള്ളൊരു പുണ്യകർമ്മ ആയിക്കോട്ടെ, അതും മശ്റയിലേക്കൊരു തണലായിക്കോട്ടെ, അതിന് ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പം എന്താ പറഞ്ഞത്? ഒരു കാര്യ പറഞ്ഞത്, ചരക്കിനില്ലാത്ത ഗുണഗണങ്ങൾ പറയരുത്, ചരക്ക് വിൽക്കാൻ വേണ്ടി സത്യം ചെയ്യുന്ന ഏർപ്പാട് നിർത്തിവെക്കുക. അള്ളാഹു ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ.